ശംശയിക്കുകട്ടെ. നമ്മൾ ഇന്ന് ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ 59-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ 1-ാം വാല്യത്തിലുള്ള പ്രധാനപ്പെട്ട ചില വ്യക്തിത്വങ്ങളും അവരിൽ കൂടി ഈശോയും പരിശുദ്ധ കന്യാമറിയവും നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ചില പ്രധാനപ്പെട്ട സന്ദേശങ്ങളുമാണ്. നമുക്കറിയാം, വ്യക്തിത്വങ്ങളെക്കുറിച്ച് നമ്മൾ ഈ പരമ്പരയിലെ പല ഭാഗങ്ങളിൽ വളരെ വിശദമായിട്ട് പരിഗണിച്ചതുകൊണ്ട് ആ വ്യക്തിത്വങ്ങളെ അവരെക്കുറിച്ച് കൂടുതൽ പ്രതിപാദിക്കുന്നില്ല. അവർ നമുക്കറിയാവുന്നതുപോലെ യോവാക്കീമും അന്നയും, എലിസബത്തും സക്കറിയായും, ശമയോനും അന്നയും, അതുപോലെ തുടക്കത്തിൽ പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് പറഞ്ഞ് തുടങ്ങുന്ന ഈ 1-ാം വാല്യം പറഞ്ഞു നിർത്തുന്നത് വിശുദ്ധ യൗസേപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അതുകൂടാതെ ആട്ടിടയന്മാരുണ്ട്. ആട്ടിടയന്മാരാണ് ഈശോയെ ആദ്യം കാണുന്നത്. വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ കന്യാമറിയവും കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ആട്ടിടയന്മാരാണ്. ഈശോ പറയുന്നുണ്ട്, ഈശോയുടെ കുരിശ് മരണത്തിൻ്റെ സമയത്തും അവരിൽ ഒരാളായ ഐസക്കിൻ്റെ മുഖം കണ്ടുകൊണ്ടാണ് ഞാൻ കുരിശിൽ മരിക്കുന്നതെന്ന് ഈശോ പറയുന്നുണ്ട്. അങ്ങനെ ആട്ടിടയന്മാരെ ഈശോ കൂടുതൽ സ്നേഹിക്കുകയും ഈശോയെ സ്നേഹിക്കുകയും ചെയ്തതാണ്. അതുപോലെ പൂജരാജാക്കന്മാരുണ്ട്. ഇവരുടെ എല്ലാം കാര്യങ്ങളൊക്കെ നമ്മൾ പലതരത്തിൽ പ്രതിപാദിച്ചിരുന്നു. ഇവിടെ നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ചില സന്ദേശങ്ങളാണ്. അതിലൊന്ന് ഇതാണ്, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അതിനെക്കുറിച്ചുള്ള ഒരു ധ്യാനം. അത് ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചുള്ള ധ്യാനം തന്നെ ഒരു സ്വർഗീയ അനുഭവമാണ്. ഈ ധ്യാനത്തിൽ നിന്ന് പുറത്തു വരുന്നത് ജഡികതയുടെ കെട്ടുകളിൽ നിന്ന് മോചനം നേടിയ ഒരു പരിപൂർണ സൃഷ്ടിയായിട്ടായിരിക്കും. അപ്പോൾ വ്യക്തിത്വം മുഴുവൻ ഉന്നതമായ ആത്മീയ സ്നേഹത്തിൽ നിറഞ്ഞ് കവിയുന്ന അനുഭവത്തിലായിരിക്കും. ആത്മാവിൽ നിറയെ പ്രകാശവും ഉന്മേഷവുമായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം വിശാലമായ ആഴക്കടലായിത്തീരും. നിത്യകന്യകയായ അമ്മയുടെ കന്യത്വത്തിനെ പ്രകീർത്തിച്ച് അനുധ്യാനത്തിലേക്ക് ലയിച്ച് പുതിയ സൃഷ്ടിയാകാൻ ഈശോ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഏകാന്തതയിൽ ജീവിക്കുന്ന ഒരു കന്യകയുടെ കന്യത്വം ഉയർന്നതാണ്. എന്നാൽ അമ്മയുടെ കന്യത്വത്തോട് തുലനം ചെയ്യുമ്പോൾ അത് പൂർണ്ണമല്ല. എല്ലാവരിലും, ഏറ്റവും വിശുദ്ധ ജീവിതം നയിക്കുന്നവരിൽ പോലും അരൂപിയുടെയും തിന്മയുടെയും തമ്മിലുള്ള ബന്ധങ്ങൾ ഉണ്ട്. എന്നാൽ ഈശോയുടെയും അതിൻ്റെ യോഗ്യതയാൽ കൂദാശകളിൽ കൂടി, പ്രത്യേകിച്ച് സ്നാനസ്ഥാനത്തിൽ കൂടിയും അതിനെ അലിച്ചു കളയുന്നെങ്കിലും അതിൻ്റെ പ്രവണതകളുടെ കല അവിടെ ഉണ്ടാകാം. കന്യകാമാതാവിൽ ഇതിൻ്റെ ഒരടയാളം പോലും ഇല്ലായിരുന്നു. ലോകവുമായിട്ടുള്ള സമ്പർക്കത്തിൽ കൂടി അത് നഷ്ടപ്പെടുത്തിയില്ലെന്ന് മാത്രമല്ല, അവളുടെ ജീവിത നൗക കൃപയുടെ ചിറകുകൾ ഉപയോഗിച്ച് ഉന്നതങ്ങളിലേക്ക് പറന്നു. ആ പറക്കലിൽ അവളുടെ സ്ത്രീത്വം പരിശുദ്ധമായ അമ്മത്വമായി പരിണമിച്ചു. അവളിൽ ഒരേ സമയം മഞ്ഞുകട്ട പോലെയുള്ളതും എന്നാൽ തീക്കട്ട പോലെയും ചൂടും ധവളതയും കലർന്ന ദൈവിക സ്നേഹത്തിൻ്റെ ജ്ഞാനവും പുണ്യങ്ങളും നിറഞ്ഞിരുന്നു. അരൂപിയിലുള്ള കന്യത്വം മനുഷ്യരിൽ നിന്ന് ഇല്ലാതാക്കുവാൻ സാത്താൻ ആഗ്രഹിച്ചു. ഇനിയും മറ്റൊരു പ്രമേയമാണ് പ്രാർത്ഥനയെക്കുറിച്ച്.
ഈ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ അറിയാം, ആ ദേവാലയത്തിൽ യോവാക്കീമും അന്നയും പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥന സഫലമാകുകയാണ്. ആ സഫലമാകുന്ന സന്തോഷം അറിയിക്കുന്നത് തന്നെ ഒരു സ്തോത്രഗീതത്തിൽ കൂടിയാണ്. അവർക്ക് പ്രത്യാശ ഉണ്ടായിരുന്നു. കാരണം അവർ പറയുന്നു, എൽക്കാനയുടെ ഭാര്യയ്ക്ക് സംഭവിച്ചത് അന്നയ്ക്കും സംഭവിക്കാം. കാരണം എൽക്കാനയുടെ ഭാര്യ വാർദ്ധക്യത്തിലാണ്, വന്ധ്യയായിരുന്നവളാണ് പ്രസവിച്ചത്. വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു, കാരണം ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നവർ വിശ്വസിച്ചു. സ്നേഹത്തെക്കുറിച്ച് അവർ പറയുന്നു, ദൈവത്തെയും നമ്മൾ പരസ്പരവും സ്നേഹിക്കുമ്പോൾ എല്ലാം സാധ്യമാകുന്നു. വാഗ്ദാനം അവർ കൊടുക്കുന്നു, കാരണം അവിടുന്ന് കിട്ടുന്നതിനെ അവിടുത്തേക്ക് തന്നെ സമർപ്പിക്കാനുള്ള സന്തോഷം അവരറിയിക്കുന്നത് പോലും വലിയ സ്തുതിഗീതത്തോടും സന്തോഷത്തോടും കൂടിയാണ്. സമാധാനവും അവർക്കുണ്ടാകിയിരുന്നു. ഒഴുകിയിറങ്ങുന്ന സമാശ്വാസം പോലെ അവരിലേക്ക് ഇറങ്ങുകയാണ്. അത് മരണത്തിലും നല്ല മനസാക്ഷി അവരെ സഹായിക്കുന്നു. മേരിയുടെ പ്രാർത്ഥനാഗീതവും ക്രിസ്തുവിൻ്റെ ആഗമനത്തിനായി അവൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥനാനുഭവം പനുവേലിൻ്റെ പുത്രി അന്നയോട് പങ്കുവയ്ക്കുന്ന ഭാഗവുമുണ്ട്. നമ്മൾ മറ്റൊരു ഭാഗത്ത് കാണുന്ന പ്രാർത്ഥനയെക്കുറിച്ച് കന്യാമറിയം പറയുന്നു, ജോസഫും ഞാനും പ്രാർത്ഥനയ്ക്ക് മുൻഗണന കൊടുത്തിരുന്നു. ഞങ്ങളുടെ എല്ലാ വേലകളുടെയും രാജ്ഞി പ്രാർത്ഥനയായിരുന്നു. ദുഃഖത്തിൽ ആശ്വാസവും സന്തോഷത്തിൽ സംഗീതവുമായിരുന്നു. ഞങ്ങളുടെ വിശ്രമവും ചിന്തയും വാക്കും പ്രവൃത്തിയും പ്രാർത്ഥന തന്നെയായിരുന്നു. അത് പ്രകാശവും പ്രത്യാശയും നൽകിയിരുന്നു. പ്രാർത്ഥനയിൽ ഞങ്ങളുടെ അസ്തിത്വം തന്നെ ആമഗ്നമായിരുന്നു. ഈശോ പറയുന്നു, അഭ്യാസവും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസത്തേക്കാൾ കൂടുതലാണ്. ഇനി നമുക്ക് കൃപാവരം എന്നതിനെക്കുറിച്ച് ധ്യാനിക്കാം. ഈശോ പറയുന്നുണ്ട്, ആത്മാവിൽ പ്രകാശവും ജ്ഞാനവും നൽകുന്നത് കൃപാവരമാണ്. അതിനെ നീക്കിക്കളയുന്നതും തടയുന്നതും പാപമാണ്. വലിയ പ്രതിസന്ധിയുടെ അവസരത്തിൽ പോലും ഈ കൃപാവരം നമ്മളെ സമാധാനത്തിൽ നിറയ്ക്കുന്നു. നമ്മുടെ ബുദ്ധിയിലുള്ള വിടവുകൾ കൃപാവരത്തിൽ നിന്ന്, സത്യത്തിൽ നിന്നും നമ്മൾ വീണുപോയതിനാലാണ്. അത് നമ്മളെ അനേകം നൂറ്റാണ്ടുകൾ പുറകിലേക്ക് നയിക്കുന്നു. ക്രിസ്തുവാണ് അത് പുനഃസ്ഥാപിച്ചത്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമാണ് കൃപാവരം. കൃപാവരം ഇല്ലാത്ത ആത്മാവിൽ നിന്ന് വരുന്ന അറിവ് വഴിതെറ്റിക്കുന്നു. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ വഴിയിൽ പ്രവേശിക്കാതെ പിതാവിൽ എത്താതെ നഷ്ടപ്പെട്ടു പോകുന്നു. പരിശുദ്ധാത്മാവിലും അരൂപിയുടെയും പുത്രൻ തമ്പുരാൻ്റെ ജ്ഞാനവും സത്യവും പിതാവിൻ്റെ സ്നേഹവും ലഭിക്കുവാൻ കൃപ തരണമേ എന്ന് തീവ്രമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നീതിമാന്മാരുടെ കൂട്ടായ്മയും സമ്പർക്കവും കൃപ വളർത്തുവാൻ സഹായിക്കുന്നു. അതേസമയം ജ്ഞാനം മനുഷ്യൻ്റെയും പിശാചിൻ്റെയും കെണിയിൽ നിന്ന് സംരക്ഷിച്ച് പൂർണ്ണനാക്കുന്നു. കൃപാവരത്താൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന മനുഷ്യ മനസ്സ് മഹത്തരമാണ്. 3 ദൈവിക ആളും വസിക്കുന്ന കൂടാരമാണ് കൃപാവരം. അവിടെ നിങ്ങൾക്ക് സ്നേഹവും ജ്ഞാനവും അരൂപിയും ലഭിക്കുന്നു. കൂടുതൽ ഉയർന്ന നിലയിൽ സ്വർഗത്തിലെത്തുന്നത് ലോകത്തിന് കൃപാവരം ലഭിക്കുവാനായി കൂടുതൽ വേദന ഏറ്റെടുത്തിട്ടുള്ള ആത്മാക്കളാണ്. കൃപാവരത്തിലുള്ള ആത്മാവ് സ്നേഹത്തിലാണ്. സ്നേഹം തന്നെയായ ദൈവത്തിൽ മാംസവും ദുരാശകളുമെന്ന ആന്തരിക ശത്രുവിനെയും ലോകവും പിശാചുമെന്ന ബാഹ്യശത്രുവിനെയും അതിൽ നിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുവാൻ കൃപാവരത്തിന് മാത്രമേ കഴിയൂ. കൃപാവരം പ്രകാശമാണ്. അപ്രകാരം നന്മയെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. വേദന കുരിശിനോട് ചേർത്ത് പിടിക്കുമ്പോൾ കൃപാവരത്തിൻ്റെ ചാലിലായിരിക്കും നമ്മൾ.
അതുപോലെ പരിശുദ്ധ കന്യാമറിയം പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നു. കന്യാമറിയം പറയുന്നത് ഇങ്ങനെയാണ്: ജോസഫും ഞാനും പ്രാർത്ഥനയ്ക്ക് മുൻഗണന കൊടുത്തിരുന്നു. ഞങ്ങളുടെ എല്ലാ വേലകളുടെയും രാജ്ഞി പ്രാർത്ഥനയായിരുന്നു. ദുഃഖത്തിൽ ആശ്വാസവും സന്തോഷവും സംഗീതവുമായിരുന്നു. ഞങ്ങളുടെ വിശ്രമവും ചിന്തയും വാക്കും പ്രവൃത്തിയും പ്രാർത്ഥന തന്നെ ആയിരുന്നു. അത് പ്രകാശവും പ്രത്യാശയും നൽകിയിരുന്നു. പ്രാർത്ഥനയിൽ ഞങ്ങളുടെ അസ്തിത്വം തന്നെ ആമഗ്നമായിരുന്നു. ഈശോ പറയുന്നു, അഭ്യാസവും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസത്തേക്കാൾ കൂടുതലാണ്. പുരോഹിതനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: സാധാരണയായി പുരോഹിതൻ ദൈവത്താൽ പ്രകാശിപ്പിക്കപ്പെടേണ്ടവനാണ്. യഥാർത്ഥ പുരോഹിതനാകുമ്പോൾ പ്രകാശിതനാകുന്നു. സ്ഥാനവസ്ത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആത്മാവാണ് അർപ്പിതനാകുന്നത്. ഒരാൾ യഥാർത്ഥ പുരോഹിതനാണോ എന്നറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും എന്താണ് പുറത്തു വരുന്നത് എന്നറിയുമ്പോഴാണ്. വിശ്വാസികൾ യഥാർത്ഥ പുരോഹിതനല്ലാത്തവർക്കായി പ്രാർത്ഥിക്കുകയും സഹിക്കുകയും വേണം. യഥാർത്ഥ പുരോഹിതർ വർദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പസ്തോല തീക്ഷ്ണത നഷ്ടപ്പെട്ട പുരോഹിതർക്ക് ദുരിതം, അവരെ നിന്ദിക്കുന്നവർക്ക് കഷ്ടം. വിശുദ്ധനായ ഓരോ പുരോഹിതനും അനേകം ആത്മാക്കളെ ദൈവത്തിനു വേണ്ടി നേടുന്ന വലയാണ്.